നമ്മളെയൊക്കെ പൈസ കൊണ്ടാണ് നിങ്ങളൊക്കെ സിനിമാ താരമായത്. അത് ഓർക്കണമായിരുന്നു. നമ്മളൊക്കെ സിനിമ കാണുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് നടക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. മമ്മൂക്കയ്ക്കെതിരെ എന്ന് പറഞ്ഞ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ്. അതിന് കാരണക്കാരെന്ന് പറഞ്ഞാൽ മമ്മൂക്ക തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. കാരണം അങ്ങേർക്ക് വല്ല ആവശ്യമുണ്ടോ വയനാട്ടിലേക്ക് ഇനിയിപ്പോൾ കയറിപ്പോയിട്ട് ആ ഒരു പിന്നെന്താ പറയുക ജില്ലാ സെക്രട്ടറിയോട് ഇങ്ങനെ പറയാൻ വല്ല ആവശ്യമുണ്ടോ? മോശം തന്നെയാണെന്ന് ഒരിക്കലും ന്യായീകരിക്കാനൊന്നും പറ്റൂലപ്പം. ഇനി ഏത് ബില്ല തമ്പുരാനായാലും ന്യായീകരിക്കാനൊന്നും കഴിയില്ല. ഞാനിപ്പോൾ കട്ട മമ്മൂക്ക ഫാനാണ്. മമ്മൂക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും കൂടെ പിടിക്കാൻ പറ്റുമോ? ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് ഇതുപോലൊരു പാവം പ്രവാസി, നമുക്കറിയാലോ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ട് മമ്മൂക്കൻ്റെയൊക്കെ പ്രോഗ്രാം കാണാൻ പോകുന്ന ആൾക്കാരാണ്. അയാളെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫിക്ക് ചോദിച്ചിട്ട് അയാളൊക്കെ നാണം കെട്ടിട്ട് തൊലിയിരിഞ്ഞു പോയി നടന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അയാളെ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാർ എന്ത് വിചാരിക്കുമായിരുന്നു? എന്തിനാണ് ഇയാൾ ഇങ്ങനെ പോകുന്നത്? മമ്മൂക്കയോട് ഇഷ്ടം കൊണ്ടല്ലേ. ആ പ്രായമെങ്കിലും കണക്കൂട്ടുണ്ട്. മമ്മൂക്കയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു മനുഷ്യനാണ്, നല്ല പ്രായമുള്ളൊരു മനുഷ്യനുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറുക്കനുണ്ട്. പ്രവാസികളല്ലേ. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ പ്രവാസ ലോകത്തോട്ട് ഇവർ കാണിക്കുന്ന എല്ലാ കോമിക്കിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കുന്നവരാ. അത് മാത്രമല്ല ഈ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഇപ്പല്ലേ മമ്മൂക്ക ആയിന്, പണ്ട് മമ്മൂട്ടിയായിരുന്നെങ്കിൽ ആ മമ്മൂട്ടിയായ സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രവാസികൾ എടുക്കുന്നത് എല്ലാ പ്രവാസികൾ എടുക്കുകയും പോയിട്ട് നല്ല സ്നേഹമായിരുന്നു. കാശും പൈസ അയക്കുകയും ചെയ്തിട്ടുങ്ങൾ അങ്ങനെയാണെന്ന് എല്ലാവരും അങ്ങനെയാണോ? കാശും പൈസ അയക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ജില്ലാ സെക്രട്ടറിയോട് ഇങ്ങനെ പറയണമെങ്കിൽ ബാക്കിയുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കിയിട്ട്. ഇതാ ഞാൻ പറഞ്ഞ പല സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അവർ ക്ലിയർ അല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ ജീവിതത്തിൽ അവരൊരു സാധാരണ മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല തെറികൾ പറയും, അതുപോലെ തന്നെ പലരെയും കുറ്റം പറയും, എല്ലാ കാര്യവും ചെയ്യും. നമ്മൾ വിചാരിക്കുന്നുണ്ട് അയ്യോ ഏട്ടനൊന്നും പറയില്ല, അയ്യോ ഇക്ക ഒന്നും പറയത്തില്ല, അയ്യോ സുരേഷ് ഗോപി ഒന്നും പറയത്തില്ല, എല്ലാവരും പറയടോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് സുരേഷ് ഗോപി എന്താ ഡ്രൈവർ എന്തോ ഇതാക്കി എന്നല്ല മറ്റെന്തൊക്കെ പുലിവാലായിരുന്നു ഇവിടെ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ മോഹൻലാൽ ഒരു ആരാധനയെ പിടിച്ച് തള്ളിയിട്ടുണ്ട്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിൽ മോഹൻലാൽ ഒരു വളരെ മോശമായ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതിപ്പോഴും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട്. അതായത് മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ എന്ന് പറഞ്ഞാൽ സിദ്ദിഖ്, ഇവർ 3 പേരും സംസാരിക്കുമ്പോഴേ മോഹൻലാൽ കൈകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് ഇത്രയും സ്ത്രീകളും കാര്യങ്ങളും ഇവരൊക്കെയുള്ള സ്ഥലത്താണ് മോഹൻലാൽ ആ ഒരു ആംഗ്യം കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അയാൾ അമ്മേൻ്റെ എന്തൊരു കൊണാണ്ട്രാന്ന് പറയുന്നുണ്ട്. ഇതാണ് നടന്മാർ ശരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊന്നും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും വളരെ സ്നേഹാലുക്കളോ അല്ല ദയാലുക്കളോ ഒന്നും അല്ല. എല്ലാവർക്കും വേണ്ടത് പണമാണ്. മമ്മൂക്കയ്ക്കും വേണം പണം, മോഹൻലാലിനും വേണം പണം, എല്ലാവർക്കും പണം വേണം. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊന്നും പല ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില നടിമാരൊക്കെ ദയാവായ്പകളോടെ മമ്മൂക്ക ലാലേട്ടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകും. പക്ഷെ ഞാൻ പറയുകയാണ്, അതായത് അവരെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ പുച്ഛത്തോടു കൂടിയാ കാണുന്നുണ്ടാവും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊന്നും അത്ര വലിയ ദയാലുക്കളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അതായത് വേണമെങ്കിലും മമ്മൂക്കയ്ക്ക് മിണ്ടാതിരിക്കാം, ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏതായാലും ഇനി 5 മിനിറ്റ് ഒരു സംഭവമല്ലേ ഉള്ളൂ, അത് വിട്ടുകളയാം. പക്ഷെ അങ്ങേരത് വിട്ടുകളയാൻ പോലും തയ്യാറല്ല. അങ്ങേരെന്ത് ചെയ്തു? ആ നിമിഷം തന്നെ അത് പറയുകയും ചെയ്തു, ഏതോ ഒരുത്തന്നെ അത് ഒപ്പിയെടുക്കുകയും ചെയ്തു. ഏതായാലും അത് വെളിയിൽ വന്നു. വെളിയിൽ വന്നിട്ടില്ലെങ്കിൽ ആ മനുഷ്യന് പ്രശ്നമില്ലായിരുന്നു. ആർക്കും ജില്ലാ സെക്രട്ടറിക്കും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അപമാനിക്കരുതപ്പ. ആരായാലും ശരി, ഒരു മനുഷ്യനല്ലേ. ഞാൻ പറഞ്ഞില്ല കൂവിയനും നമ്മളെ ഇതാക്കുന്നില്ലപ്പാ. പക്ഷെ മമ്മൂട്ടിയെ പോലുള്ള ഒരാളങ്ങനെ പറയുമ്പോഴേക്ക് അയാളുടെ അവസ്ഥകളൊന്നും ആയിരിക്കും. ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂക്കയായാലും മോഹൻലാലായാലും അങ്ങനെ അനാവശ്യ കാര്യത്തിലൊന്നും പല ഇടപെടുന്ന ടീമൊന്നുമല്ല. അവരുടെ നടികർ സംഘത്തിന് തന്നെ ഇനി എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും അങ്ങനെ ഇടപെടുത്തൊന്നുമില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യം നോക്കിയിട്ട് മാത്രമേ വേറെയുള്ള കാര്യമുള്ളൂ. നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവതുല്യരാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഭയങ്കര സംഭവമാണ്. ഒരു തേങ്ങാക്കോലിയല്ല. ഞാൻ പറഞ്ഞല്ലോ 10 ആൾക്ക് കാശ് കൊടുക്കും, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും മറ്റിടയ്ക്ക് ഇടും. എന്നിട്ട് പറയും മമ്മൂക്കി ഭയങ്കര കാശ് കൊടുക്കലാണ്, മോഹൻലാൽ കാശ് കൊടുക്കലാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ സിനിമാ താരങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ കണ്ടാൽ മതി. സിനിമാ താരങ്ങൾ ഇപ്പം മമ്മൂക്കയായാലും സിനിമാ താരമാണ്, അങ്ങനെ ഒരു ഉപ്പയാണ്, ഉപ്പൂപ്പയാണ്, ഇതൊക്കെ കണ്ടാൽ മതി. അല്ല നമ്മൾ കയറിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ വലിയ സംഭവം എന്നാക്കണ്ട. എന്തിനാ സെൽഫി എടുക്കുന്നപ്പാ? നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പോവാം, ഞാൻ അത്ര ആൾക്ക് വേണമെങ്കിൽ നിന്ന് തരാം. അല്ലാതെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തിക്കിത്തിരക്കിയിട്ട് പോയിട്ട് സെൽഫി എടുക്കാനോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടേക്കും പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വാ. ഞാൻ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഒരിക്കലും മാറിക്കിടാവൊന്നും പറയത്തില്ല. അത്ര ഭയങ്കര ഡീസൻറ്റ്. നമുക്കതിലേ പറ്റുള്ളൂ. ഒരാൾ നമ്മളെ കൂടെ വരുമ്പോൾ മാറി നിൽക്കടാന്ന് പറയാൻ പറ്റുമോ? ചില ആൾക്കാർ അങ്ങനെയാണോ? ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞ് ചില ആൾക്കാരെ കണ്ടുകൂടാ. ഒന്നെങ്കിലും മമ്മൂക്കൊക്കെ ആ ജില്ലാ സെക്രട്ടറി അന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആരും വന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും എല്ലാവരും കിടന്നിട്ട് മമ്മൂക്ക എന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൈബറൊക്കെ ആക്രമാന്നേ. മനസ്സിലാക്കിയെങ്കിൽ ഒന്നാമത് എന്നുണ്ടെങ്കിൽ കൈരളീൻ്റെ ചെയർമാൻ വന്നു. അത് ഏറ്റവും വലിയ രസമായിരുന്നേ. കൈരളീൻ്റെ ചെയർമാനായിട്ടാണ് ആ പാർട്ടീൻ്റെ സ്വന്തം ജില്ലാ സെക്രട്ടറിയെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതാക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർ വെറുതെ ഇരിക്കത്തില്ല. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അവർ അണികൾ ഇറങ്ങിയിട്ട് പ്രതിഷേധിക്കും. അത് ഉറപ്പാണ്. ചിലപ്പോൾ ഇന്ന് പനമ്പള്ളി നഗറിലെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധം ഉണ്ടാവും.
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം പറയും, മമ്മൂക്കയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഹെൽപ്പ് ചെയ്തത് ഇവര് തന്നെയാണ്. മമ്മൂക്കയെ തല്ലുന്നോ മറ്റേതാക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ, അന്നൊക്കെ ഫുൾ സപ്പോർട്ടോട് കൂടി കൂടെ നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇവിടെ മമ്മൂക്ക എന്തോ ഒരു പ്രസംഗം നടത്തി അതിനെതിരെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല നമ്മൾ അശോക് കുമാറിന്റെ എന്നാ അവരുടെ ബാർബറാമ്പാലം എന്നെ പറഞ്ഞൊരു പാട്ടല്ലേ, ആ ഒരു സിനിമയിൽ മമ്മൂക്ക ഒരു മമ്മൂട്ടിയായിട്ട് തന്നെ അഭിനയിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ വരുമ്പോൾ കുറെ ബ്ലാക്ക് കാറ്റ്സ് ഉണ്ട്. അപ്പൊ അവരോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഞാൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിന്റെ പ്രശ്നത്തിലാണെന്ന് പറയുന്നില്ലേ. അങ്ങനെ മമ്മൂട്ടിക്ക് ഒരു പ്രശ്നമൊക്കെ വന്നപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ് മുന്നിൽ നിന്നത്. അതുകൊണ്ട് മമ്മൂക്ക അത് മറക്കരുതായിരുന്നു. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഏതായാലും മമ്മൂക്ക എവിടെ വന്നു, അതിന്റെ ക്രെഡിറ്റ് ഒന്നും പറഞ്ഞാൽ ഏറ്റെടുക്കാനൊന്നും ആരും വരില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മമ്മൂട്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മമ്മൂക്കി അവിടെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ വരും, BJP എല്ലാവരും വരും. ഇപ്പൊ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്, മമ്മൂക്കോമ ഹൈബീഡനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഹൈബീഡനോട് ഇങ്ങനെ പറയുന്നുണ്ടോ, ഹൈബീഡനോട് ഇങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മാറി ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് വന്നാന്ന് വിചാരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറയത്തില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തെ പല നേതാക്കന്മാരും ഇദ്ദേഹത്തിന് കൂടി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ റഫീഖിനോട് മാത്രം, അതായത് മറ്റേ ജില്ലാ സെക്രട്ടറി ആയ റഫീഖിനോട് മാത്രം എന്തിനാണ് പറഞ്ഞത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ വ്യക്തമായിട്ടുള്ള ഉത്തരവും വ്യക്തമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇങ്ങയുടെ മനസ്സിലുണ്ട്. അതാണ് ഇന്നലെ അവിടെ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പൊ നാളെ ഒരു പനമ്പള്ളി നാളിലൊരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഹൈബീഡിനുണ്ടാവും, അതുപോലെ LDFന്റെ BJPന്റെ എല്ലാ നേതാക്കന്മാരും ഉണ്ടാവും. ചിലപ്പോഴേ ഇദ്ദേഹം ഒന്നും പറയത്തൊന്നുമില്ല, ഇദ്ദേഹം ഒരു അക്ഷരം പറയത്തില്ല. ഞാനിവിടെ വന്ന് നിങ്ങൾ വിളിച്ചിട്ടന്നോ അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ വല്ലതും പറയും എൻ്റെ പടാരും കാണൂല എന്നിട്ട് ഒരു ഭയം വന്നു. അതാ പ്രശ്നം പറ്റിയത്. മമ്മൂട്ടിക്കും ഭയം തന്നെയാണ്, മമ്മൂട്ടിക്കും നല്ല ഭയമുണ്ട്. ഇനിയിപ്പോൾ LDFന്റെ കൂടെ ആർന്ന് അല്ലെങ്കിൽ തന്നെ മോനൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം ഉള്ള കാറ് കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജക്കിയില്ല അവണിയാർന്ന് ഉള്ള കാറ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ സുരേഷ് ഗോപി അങ്ങനെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ ചൊറിയാവും. അങ്ങനെ പേടിയായിരിക്കോ? മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടന് ഈടായിട്ട് നല്ല പേടിയുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, കാരണം മക്കളിലൂടെ പ്രതികാരം തീർക്കും എന്നുള്ളൊരു പേടി. ദുൽഖർ ഇപ്പോഴേ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കുറെ കാറും കാര്യങ്ങളിലും ദുൽഖറിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മമ്മൂക്കാന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ഇന്നലെ പെരുമാറിയത് വളരെ മോശം തന്നെയാണ്. ഇനിയിപ്പോ സൈബർ അക്രമം എന്നുള്ള രീതിയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ മമ്മൂക്കയ്ക്കെതിരെ ഒരാൾ പോലും സൈബർ അക്രമം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ഇപ്പോഴും CPM കാരൻ തന്നെയാണ്. അല്ല അതിലൊന്നും യാതൊരുവിധ ഇതുമില്ല. അത് P രാജീവ് നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈബർ അക്രമത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അങ്ങേര്. പക്ഷെ വേറെ കാര്യം ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ P രാജീവായാലും അതുപോലെ ഹൈബീഡനായാലും ഇവരൊക്കെ ഉണ്ടാകും. അവരോടൊന്നും ഒരിക്കലും ഇദ്ദേഹം പുറത്തു പോകാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യമോ, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കും അവിടെ ഇരിക്കാൻ വേണ്ടി അധികാരമുണ്ട്. അവരത്രയും സഹിച്ചവരാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നമ്മൾക്ക് ഈ പളവള അടിക്കുക, ഏതെങ്കിലും നാട്ടിൽ നിന്നിട്ട് കുറേ അടിക്കുക. പക്ഷെ വയനാട്ടുകാർ അന്ന് അനുഭവിച്ച കാര്യം അവർക്കേ അറിയുള്ളൂ. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ അതിലൊന്നും വലിയ ഒരു കാര്യമില്ല. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, അതായത് ഒരാളും പോയിട്ട് സൈബർ അക്രമമോ കാര്യമൊന്നും നടത്തരുത്. അങ്ങേരും ഒരു മനുഷ്യൻ, അങ്ങേരുടെ ആ ഒരു മനുഷ്യത്വം. പിന്നെ ഏട്ടൻ ഇത് ചെയ്യില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ഇത് ചെയ്യില്ല എന്ന്. ഏട്ടനും ചെയ്യും, അനിയനും എല്ലാവരും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, മോഹൻലാലായാലും ചെയ്യും. മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. മോഹൻലാലിനും പിന്നെ എല്ലാവരും ഒരു മനുഷ്യർ തന്നെയാണ്. അങ്ങേരെ പിടിച്ച് തള്ളിയിട്ടുണ്ട്, അതുപോലെ തന്നെ കാലിൽ ചവിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ടടോ മക്കളെ, ഉണ്ടടോ, എല്ലാം ഉണ്ട്. നന്ദി, നമസ്കാരം.